ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് മലയാള സിനിമയിൽ 100 കോടി നേടിയ ചിത്രം ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പുലിമുരുകൻ. എങ്കിൽ 1 കോടി രൂപ നേടിയ ചിത്രം ഏതാണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാം? തച്ചോളി അമ്പു എന്ന ചിത്രമായിരുന്നു 1 കോടി രൂപ ആദ്യമായിട്ട് നേടിയത്. അതുപോലെ തന്നെ 10 കോടി രൂപ, 20 കോടി രൂപ, 50 കോടി രൂപ, ഇതെല്ലാം നേടിയ ചിത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നത്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 1978 30 ലക്ഷം ബഡ്ജറ്റിൽ നസീറിനെ നായകനാക്കിക്കൊണ്ട് നിർമ്മിച്ച ചിത്രമായിരുന്നു തച്ചോളി അമ്പു. 1 കോടി രൂപ നേടി. 1991 60 ലക്ഷം രൂപ ബഡ്ജറ്റിൽ മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് നിർമ്മിച്ച ചിത്രമായിരുന്നു കിലുക്കം. അന്ന് കിലുക്കം നേടിയത് 5 കോടി രൂപ. 1995 മമ്മൂട്ടിയെ നായകനാക്കി നിർമ്മിച്ച ചിത്രമായിരുന്നു ദി കിങ്. 10 കോടി രൂപ കളക്ഷൻ നേടി. 2005 2.5 കോടി ചിലവിൽ മമ്മൂട്ടിയെ നായകനാക്കി നിർമ്മിച്ച ചിത്രമായിരുന്നു രാജമാണിക്യം. അന്ന് 20 കോടി രൂപ കളക്ഷൻ നേടി. 2013 4.5 കോടി ചിലവിൽ മോഹൻലാലിനെ നായകനാക്കി നിർമ്മിച്ച ചിത്രമായിരുന്നു ദൃശ്യം. മലയാളത്തിൽ ആദ്യത്തെ 50 കോടി കളക്ട് ചെയ്ത ചിത്രമായിരുന്നു ദൃശ്യം. 2016 25 കോടി രൂപ ചിലവിൽ മോഹൻലാലിനെ നായകനാക്കി നിർമ്മിച്ച ചിത്രമായിരുന്നു പുലിമുരുകൻ. മലയാള സിനിമയിൽ ആദ്യമായിട്ട് 100 കോടി കളക്ട് ചെയ്ത ചിത്രമായിരുന്നു. 2024 20 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. മലയാള സിനിമയിൽ ആദ്യമായിട്ട് 200 കോടി രൂപ കളക്ട് ചെയ്യുന്ന സിനിമയായിരുന്നു. 2025 175 കോടി രൂപ മുതൽ മുടക്കിൽ മോഹൻലാലിനെ നായകനാക്കി നിർമ്മിച്ച ചിത്രമായിരുന്നു എമ്പുരാൻ. മലയാള സിനിമയിലെ ആദ്യത്തെ 250 കോടി